ഹായ് ദിസ് ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. സംവിധായകൻ ജയരാജിന്റെ മേഫിൽ, സംഗീത സന്ധ്യ എന്നൊക്കെ അർത്ഥം വരുന്ന മേഫിൽ. ഇതിലും അതുപോലെ തന്നെയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു സന്ധ്യയിൽ നടക്കുന്ന ഒരു കഥയാണ്. കഥയെന്ന് പറഞ്ഞാൽ കഥയില്ല. ഇതിൽ മുകേഷാണ് അഭിനയിച്ചിരിക്കുന്നത്. മുകേഷ്, ആശാ ശരത്ത്, മനോജ് കെ ജയൻ, ഉണ്ണി മുകുന്ദൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ പാട്ടുകളുടെ ഒരു കളക്ഷനാണ്. 1.25 മണിക്കൂറേ ഉള്ളൂ പടം. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 90% സമയവും പാട്ടുകളാണ്. ഗസൽസ് എന്ന് പറയാൻ പറ്റത്തില്ല, പലതരത്തിലുള്ള പാട്ടുകളുടെ ഒരു ഒരു കളക്ഷൻ, ഒരു സീരീസ് ഓഫ് സോങ്സ്. കൈതപ്രത്തിൻ്റെ മകനും ഒക്കെയാണ് ലിറിക്സും, ദീപാങ്കുരൻ ലിറിക്സും മ്യൂസിക്കൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗായകരും സംഗീതജ്ഞരൊക്കെ വന്നു പോകുന്നുണ്ട്. വേണുഗോപാൽ, രമേശ് നാരായൺ, സിദ്ധാർത്ഥ് മേനോൻ എന്നിവരൊക്കെ ഒന്ന് പാടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇത് മംഗലശ്ശേരി നീലകണ്ഠൻ, അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ മുല്ലശ്ശേരി രാജഗോപാലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള കഥയാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ മാറ്റി നിർത്താം. ഇത് പ്യൂർലി ഒരു സിനിമ എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നാടക ഫീലാണ് മൊത്തത്തിൽ. ആദ്യം ഒരു അവസാനം ഒരു നാടക ഫീലാണ്. ഡയലോഗ്സ് ആണെങ്കിലും അഭിനയമാണെങ്കിലും എല്ലാം, ആ ഒരു സെറ്റിങ് എല്ലാം അങ്ങനെ തന്നെയാണ്. അത് മാത്രമല്ല, ഈ സൗണ്ട് റെക്കോർഡിങ് ഭയങ്കര മോശം. ഇതൊരു മ്യൂസിക്കൽ ഡ്രാമ എന്ന് പറയുന്ന പടത്തിന് പറ്റുന്ന സൗണ്ട് റെക്കോർഡിങ്ങേ അല്ല. അത് ഡയലോഗ്സിലാണെങ്കിൽ സോങ്സിലാണെങ്കിലും വളരെ 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 മോശം സൗണ്ട് റെക്കോർഡിങ്. ഇനിയിപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിൻ്റെ സ്പീക്കറിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് 100% ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ സ്ഥിരം പോകുന്ന തിയേറ്ററാണ്. പക്ഷേ ഞാനങ്ങനെ പൊതുവെ കാണാറില്ല. പക്ഷെ ഇതിൽ അങ്ങനെ അനുഭവപ്പെട്ടു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഭയങ്കര മോശമായ സൗണ്ട് റെക്കോർഡിങ് തന്നെയാണ് എന്നാണ് എൻ്റെ ഊഹം. ജയരാജ് നമുക്കറിയാം, വളരെ നല്ല പടങ്ങൾ പണ്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് ജയരാജ്. പക്ഷേ ഈ പടം വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. അത് പറയാൻ ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. കാരണം കഥയെന്ന് ജയരാജ് ഒരു വിഷയം സമ്മതിക്കും. കാരണം അതിനകത്ത് ഒരു കഥയെന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല. ഇങ്ങനെ പാട്ടുകളുടെ ഇടയിൽ കുറച്ച് ഡയലോഗ്സ്, പാട്ടുകളുടെ ഇടയിൽ കുറച്ച് സീൻസ്, അത് മാത്രമാണ്. വെറുതെ നമ്മളൊരു ഫില്ലർ ആഡ് ചെയ്യുന്ന കണക്ക് സോങ്സ് മാത്രം കണ്ടിരിക്കാൻ പറ്റത്തില്ല 1.25 മണിക്കൂർ. അതുകൊണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു 1-2 ഡയലോഗ് പറയാൻ വേണ്ടി ഇത് അതിശയോക്തി അല്ല. പല സമയത്തും ഒരു 3-4 ഡയലോഗ്സ് ഒക്കെ ഈ പാട്ടുകളുടെ ഇടയിലുള്ളൂ. പിന്നെ വീണ്ടും പാട്ട്, പിന്നെ ഡയലോഗ്, 3-4 ഡയലോഗ്സ്, പിന്നെ വീണ്ടും പാട്ട്. ഇതിനകത്ത് മുകേഷിന്റെ കഥാപാത്രം, അതായത് ഇതിനകത്ത് ബാലുവെട്ടെന്നോ അങ്ങനെ എന്തോ ആണ് പേര്, ബാലുവെട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അദ്ദേഹം ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്, പാരാലിസിസ് ഒക്കെ വന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ കിടക്കുവാണ്. പണ്ട് വേറൊരു രീതിയിൽ ജീവിച്ചിരുന്ന, വളരെ കറേജിയസ് ആയിട്ടും അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു പകുതി ഗുണ്ടയായിട്ടോ ഒക്കെ ജീവിച്ചിരുന്ന, കൂടുതൽ ഫ്ലാഷ് ബാക്ക് ഒന്നും, ഞാൻ സിനിമയുടെ കാര്യം മാത്രമാണ് പറയുന്നത്, ആ സിനിമയ്ക്കകത്ത് കൂടുതൽ ഫ്ലാഷ് ബാക്ക് ഒന്നും കാണിക്കുന്നില്ല. പണ്ട് ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു യങ് മാൻ രീതിയിൽ കാണിച്ചിട്ട് ഇപ്പോൾ വയ്യാതെ ഇരിക്കുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും കുറേ ഇടയ്ക്കിടയ്ക്ക് റിപ്പറ്റേറ്റീവായിട്ട് പറയുന്നുണ്ട് ഗോപികമാർ, സുന്ദരിമാർ, ഗേൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ്. ഈ മുകേഷിന്റെ ചുറ്റും, മുകേഷ് കഥാപാത്രത്തിന് ചുറ്റും ഒരുപാട് സ്ത്രീകൾ എപ്പോഴും ഉണ്ട്, ഭാര്യയെ കൂടാതെ. അവർ സിനിമയെ വിശേഷിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഗോപികമാർ, സുന്ദരിമാർ, ഗേൾ ഫ്രണ്ട്സ് എന്നൊക്കെ. എന്നിട്ട് ഈ മുകേഷിന്റെ കഥാപാത്രം ഇടയ്ക്ക് മദ്യം കഴിക്കുന്നു, സിഗരറ്റ് ഒക്കെ വലിക്കുന്നു. അപ്പം മദ്യം പ്രത്യേക തരത്തിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഈ കഥ പോകുന്നത്. അതായത് പണ്ടത്തെ ഞാൻ വീണ്ടും സിനിമയുടെ കാര്യമാണ് പറയുന്നത്, ഞാൻ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയുമല്ല, സിനിമയിലെ കഥാപാത്രത്തെ കാര്യമാണ് പറയുന്നത്. അതായത് പണ്ടത്തെ മാടമ്പി ഇപ്പോൾ ഒന്ന് കിടപ്പിലായി, പക്ഷെ ഇപ്പോഴും അതേ സ്വഭാവങ്ങൾ തന്നെയാണെന്ന പോലെയൊക്കെ, കുറച്ച് മൈൽഡായിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ കുറച്ച് മാറ്റങ്ങളൊന്നുമില്ല, പണ്ട സ്വഭാവം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നു. അദ്ദേഹത്തിൻ്റെ മെഹഫിൽ സന്ധ്യയ്ക്ക് വേണ്ടി ഒരുപാട് ഗായകർ വരുന്നു, കൂട്ടുകാർ വരുന്നു. ദാസേട്ടന് വരാൻ പറ്റുന്നില്ല, വേണുഗോപാൽ വരുന്നു, സിദ്ധാർത്ഥ് മേനോൻ വരുന്നു, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് മേനോൻ കഥാപാത്രം വരുന്നു, അല്ലെങ്കിൽ രമേശ് നാരായൺ വരുന്നു. രമേശ് നാരായൺ തന്നെ തോന്നുന്നു വരുന്നെന്ന് തോന്നുന്നു, അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പം അങ്ങനെ ഈ പാട്ടുകൾക്ക് വേണ്ടി ഒരു സിനിമ. എന്നാൽ ഇതിന് ഏറ്റവും വലിയ ബെറ്റർ ഏതാണ്, മ്യൂസിക്കൽസിൻ്റെ ഏറ്റവും വലിയ ബെറ്റർ എന്താണെന്ന് വെച്ചാൽ അത് ഈ പാട്ടുകൾ നല്ല പാട്ടുകളായിരിക്കണം, അല്ലെങ്കിൽ അതും ബോറായി പോവും. അങ്ങനെയാണ്. ഇതൊരു മോശം പാട്ടുകൾ അല്ലെങ്കിലും മീഡിയോക്കർ പാട്ടുകളാണ് മിക്കത്. അല്ലാതെ വളരെ മികച്ച ഒരു ഗാനം എന്ന് പറയാൻ ഒരു ഗാനം പോലും ഇതിൻ്റെ അകത്തില്ല. അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരാജയം. ഇപ്പം
ഓക്കെ ഇങ്ങനെ മ്യൂസിക്കൽ ജോണറിലുള്ള ഒരു പടം ഇറക്കാന്ന് പറഞ്ഞിട്ട് കുറെ ഗാനങ്ങൾ വെക്കുകയാണ്. ആ ഗാനങ്ങളിൽ ഒന്നോ രണ്ടോ എങ്കിലും ഇതിൽ നൂറുകണക്കിന് ഗാനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും നൂറുകണക്കിന് ഞാൻ ചുമ്മാ പറഞ്ഞാണ്, എന്നാലും ഇഷ്ടംപോലെ ഗാനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗാനം പോലും ഇതിൻ്റെ അകത്ത് കേൾക്കാൻ സുഖമുള്ളതല്ല. അതിൻ്റെ കൂടെ ഈ ബാഡ് സൗണ്ട് റെക്കോർഡിങ്, ഇനി സിങ്ക് സൗണ്ട് ആണോ അല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. ഇത് എന്തുവാണെങ്കിൽ നമുക്ക് വളരെ ആർക്ക് കേട്ടാലും വളരെ ബോറായിട്ട് തോന്നുന്ന സൗണ്ട് റെക്കോർഡിംഗ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹൗസ് ഹെൽപ്പ് ഉണ്ട്, ഈ വീട്ടിലൊരു ഹൗസ് ഹെൽപ്പ് ഉണ്ട്. അപ്പോൾ മീനാക്ഷിയാണത്, മീനാക്ഷി എന്നല്ലേ അപ്പൻ്റെ പേര്, മീനാക്ഷിയാണത് അവതരിപ്പിക്കുന്നത്. അപ്പം അത് പണ്ടത്തെ ജഗതി കൽപ്പന സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന കണക്കുള്ള കുറേ സീൻസ് ഉണ്ട്. ആദ്യവും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കയറ്റുകയും ചെയ്യും. അവസാനം ഈ പുട്ടിന് തേങ്ങ കയറ്റുന്ന കണക്ക്, പുട്ടിന് പീര കയറ്റുന്ന കണക്ക് ആദ്യം മുതൽ അവസാനം വരെ ഈ ഹൗസ് ഹെൽപ്പിൻ്റെ കുറേ ഫ്ലേട്ടിങ്ങും ഹൗസ് ഹെൽപ്പിൻ്റെ കുറേ റൊമാൻസും ഒളിച്ചോടലും അങ്ങനെ കുറേ സംഭവം അതിനകത്ത് വെറുതെ അടിച്ചു കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുകേഷ് കഥാപാത്രം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു നിയോ ഫ്യൂഡലിസം എന്നൊക്കെ പറയാൻ കണക്ക് ഒരു നവയുഗ ജന്മി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് മുകേഷിൻ്റെത്. മുകേഷ് അതിൻ്റെ ഇടയിൽ ജഡ്ജാണ്. മുകേഷ് അതിൻ്റെ ഇടയിൽ, ഞാൻ പറഞ്ഞത് ലിറ്ററലി അല്ല, പക്ഷെ മുകേഷ് ഒരു റിട്ടോറിക്കലിയോ ഫിഗറേറ്റീവിലേക്ക് ഒരു ജഡ്ജാണ്, ഉപദേശിയാണ്. അപ്പോൾ പലരും ഉപദേശം കൊടുക്കുന്നു, പല തീരുമാനം എടുക്കുന്നു, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി വെറുതെ തീരുമാനം എടുത്തങ്ങ് വിടുക. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് തീരുമാനം എടുത്ത് വിടുന്നു. ഒരു പെട്ടെന്നൊരു ഇൻസ്റ്റിങ്ക്റ്റിൽ വന്നിട്ട് പിന്നെ വേറൊരാളുടെ ജീവിതത്തിൽ വേറൊരു തീരുമാനം എടുത്ത് വിടുന്നു. പിന്നെ പല തീരുമാനങ്ങൾ കഥ എടുത്തു കൊടുക്കുന്നു, തിരക്കഥ എടുത്തു കൊടുക്കുന്നു. വെറുതെ വായിന്ന് വെറുതെ വരുന്ന കാര്യങ്ങളെല്ലാം ചുറ്റുമുള്ളവർ പുകഴ്ത്തി പാടുന്നു, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് മറ്റുള്ള ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു സെൻസും ഇല്ലാത്ത ഞാൻ വീണ്ടും കഥയെന്ന് പറയാൻ വേണ്ടിയൊന്നും ഇല്ല. 1.25 മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.25 മണിക്കൂറും പാട്ട് തന്നെയാണ്. ഇത് ഏകദേശം ആ വഴിയില്ല. എനിക്ക് തോന്നുന്ന ഒരു 1.25 മണിക്കൂറെങ്കിലും പാട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനത്തെ ഒരു സിനിമ. അപ്പം ഇതൊരു സിനിമയെന്ന് വിളിക്കാൻ പറ്റത്തില്ല, പലപ്പോഴും ഒരു കോൺസേർട്ട് അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് പോയ പ്രതീതിയാണ് എനിക്കുണ്ടായത്. അതിപ്പോൾ ഒരു മോശം ഗാനമേളയ്ക്ക് പോയ അവസ്ഥയാണ് എനിക്കുണ്ടായത്. തിയേറ്ററിലും വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തായാലും ഈ പടത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഓക്കെ ഇത് വളരെ ഷോർട്ട് ഫിലിമാണ്, ഒരു 1.25 മണിക്കൂറൊക്കെ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അത്രയും സഹിച്ചാൽ മതി. പക്ഷേ എന്നാലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഈ പടം നമുക്ക് കണ്ണടച്ചും കാണാം. 1.25 മണിക്കൂർ നേരം കണ്ണടച്ചിരുന്നാലും കേട്ടാൽ മാത്രം മതി, കേൾക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെ ഫുൾ ടൈം കണ്ണടച്ചിരുന്നാലും പൂർണ്ണമായി നിങ്ങൾക്ക് അതിൻ്റെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടം. അങ്ങനത്തെ ഒരു പടം. 0 out of 5. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.